ഇപ്പോൾ സിനിമാക്കാർ കൂടുതലായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. എന്നാൽ പറയുന്ന പോലെ അത്ര രാഷ്ട്രീയക്കാർ സിനിമയിലേക്ക് പോകുന്നില്ല. ശരിക്കും രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം അഭിനയിക്കാനൊക്കെ കഴിവ് വേണമെന്നാണല്ലോ പറയുന്നത്. പക്ഷേ അഭിനയിക്കാൻ കഴിവുള്ള രാഷ്ട്രീയക്കാർ സിനിമയിലേക്ക് പോകുന്നില്ല. പക്ഷേ അഭിനയിക്കാൻ കഴിവുള്ള സിനിമാക്കാർ കൂടുതലായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ഇത് തമ്മിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല കണക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. കൂടുതൽ സിനിമാക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനോട് എന്താണ് നിലപാട്? നമ്മുടെ കേരളത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ സ്വഭാവം എന്ന് പറയുന്നത് രണ്ടാണ്. വ്യത്യാസമാണ്. സിനിമയും രാഷ്ട്രീയവും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് തമിഴ്നാട്ടിലെ സ്വഭാവം. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക്, രാഷ്ട്രീയ സിനിമയിലേക്ക്. പക്ഷെ നമ്മുടെ സ്വഭാവം അങ്ങനെയല്ല. വളരെ അപൂർവമായിട്ടുള്ള ഒരു കടന്നുകയറ്റമുള്ളൂ. രാഷ്ട്രീയം ചിലരൊക്കെ സിനിമയ്ക്ക് പോകാം, സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കും വരുന്നു. എനിക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് സിനിമയിലേക്ക് പോയിട്ട് ശോഭിച്ചിട്ടുള്ളവർ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. സിനിമയിൽ നിന്നും വളരെ കുറച്ച് ആളുകൾ നമുക്ക് കേരളത്തിൽ വന്നിട്ടുള്ളൂ. ശരിക്കും രണ്ടിലും ശോഭിച്ച് നിൽക്കുന്ന ഒരാൾ ഗണേഷ് കുമാർ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. ഗണേശ് സിനിമാ രംഗത്തുണ്ട്, അതെ, രാഷ്ട്രീയ രംഗത്തുണ്ട്. അതെ. അതല്ലാതെ ആദ്യ സിനിമയിലായിരുന്നു എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് അത് കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് രാഷ്ട്രീയ രംഗത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒരു പാർട്ടിയുണ്ട്, വേറൊന്നും ആശ്രയിക്കാണ്ട്. അപ്പോൾ അത് മറ്റു രീതിയിലൊന്നും ബുദ്ധിമുട്ടുന്ന കാര്യമില്ല. അദ്ദേഹത്തിന് കടന്നു വരാനുള്ള വഴി വളരെ പെട്ടെന്നായിരുന്നു. അത് അങ്ങനെ പാർട്ടി ഇല്ല എങ്കിൽ വേറൊരു പാർട്ടിയിൽ പ്രവർത്തിച്ച് അവിടെയുള്ള അതേ സമാന പ്രായക്കാരുമായിട്ടുള്ള നേതാക്കളുമായിട്ടൊക്കെ മത്സരിച്ച് വരേണ്ടി വരും. ഇത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ശരിക്കും അത് പറഞ്ഞപ്പോൾ കണക്ട് ചെയ്ത് ചോദിക്കാവുന്നൊരു ചോദ്യമാണ് മക്കൾ രാഷ്ട്രീയം അല്ലെങ്കിൽ കുടുംബ രാഷ്ട്രീയം. ഇതൊക്കെ നമ്മുടെ എല്ലാ പാർട്ടിയിലും, പ്രത്യേകിച്ച് കോൺഗ്രസ്സിലാണ് ഏറ്റവും കൂടുതലുള്ളത്, എല്ലാ പാർട്ടിയിലും ഉള്ളൊരു കാര്യമാണ്. എനിക്കൊന്ന് താങ്കൾ യാതൊരുവിധ രാഷ്ട്രീയ പശ്ചാത്തലവുമുള്ളൊരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വന്തമായിട്ട് താങ്കളുടെ ആയിട്ടുള്ള രീതിയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് അങ്ങനെ പടിപടിയായിട്ട് കയറി വന്ന് ഈ ഒരു നിലയിലെത്തിയ ഒരാളാണ്. അപ്പോൾ ഈ കുടുംബ രാഷ്ട്രീയം അല്ലെങ്കിൽ മക്കൾ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നതിനോട് എന്താണ് അഭിപ്രായം? അല്ല, രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ രാഷ്ട്രീയത്തിൽ വരുന്നതിന് നമുക്ക് എതിർക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും അതിനകത്ത് അവരുടെ പശ്ചാത്തലം അവർക്കുള്ളത് കൊണ്ട് അവർക്ക് കൂടുതൽ താല്പര്യം തോന്നാം. അവർക്ക് കൂടുതൽ പരിഗണന കിട്ടില്ലേ? അപ്പോൾ അങ്ങനെയുണ്ട്, പരിഗണന കിട്ടുന്നു എന്നൊരു തോന്നൽ പലർക്കും വരാറുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ അതുകൊണ്ട് അച്ഛനോ അമ്മയോ രാഷ്ട്രീയത്തിൽ പ്രഗത്ഭരായി കഴിഞ്ഞാൽ അവരുടെ മക്കൾക്ക് രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ല എന്ന് പറയുന്നതിനോട് ഒരു യോജിപ്പില്ല. കേരളത്തിൽ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. കേരളത്തിൽ വരുന്ന ആളുകളൊക്കെ അത്തരത്തിൽ വരുന്നവരും ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളോട് ബന്ധപ്പെടുന്നവരും സാധാരണക്കാരായ ജനങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവരുമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.